ഇപ്പോൾ പാലക്കാട് നിന്ന് തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റു മരിച്ചു. തോട്ടക്കര സ്വദേശികളായ നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. വളർത്തുമകളുടെ 4 വയസ്സുള്ള മകനെ ഗുരുതര പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. ആക്രമണം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട ബന്ധുവായ യുവാവിനെ പിടികൂടിയിട്ടുണ്ട്. പൊന്നാനി സ്വദേശി റാഫിയാണ് പിടിയിലായത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, അത്ര നല്ല വാർത്തയല്ല രാവിലെ തന്നെ വരുന്നത്. ഞെട്ടിക്കുന്നതും ദാരുണവുമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. ഇത് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമാകുന്നത്? എന്തിനായിരുന്നു ഈ കൊലപാതകം? അമൃത, നൗഫൽ, തീർച്ചയായും ദാരുണമായൊരു സംഭവം തന്നെയാണ് ഇത്. ഒറ്റപ്പാലം നഗരത്തിന് സമീപത്തുള്ള തോട്ടറയിലാണ് ഈ സംഭവം നടക്കുന്നത്. അർദ്ധരാത്രി 12 മണിയോടുകൂടി ഈ യുവതിയുടെ സുൽഫത്ത് എന്ന യുവതിയുടെ ബഹളം കേട്ടാണ് ഈ കുഞ്ഞുമായി പുറത്തേക്ക് ഓടുന്നത് കണ്ടാണ് അയൽവാസികളായ ആളുകൾ പുറത്ത് വരുന്നത്. അങ്ങനെ ഈ വീട്ടിൽ പോയി നോക്കിയപ്പോൾ 63 വയസ്സുള്ള നസീർ, 60 വയസ്സുള്ള നസീറിന്റെ ഭാര്യ സുഹ്റ എന്നിവർ ഈ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത്. ഈ ഒരു യുവാവ് അവിടെ നിന്ന് ഈ കൈ നരമ്പ് മുറിച്ച നിലയിൽ കാണപ്പെടുകയും പിന്നീട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇവരുടെ സുൽഫത്ത് എന്നത് ഈ മരിച്ച വ്യക്തികളുടെ വളർത്ത് മകളാണ്. ഇവരുടെ ഭർത്താവാണ് റാഫി, പൊന്നാനി സ്വദേശിയാണ്. ഇവർ വിവാഹബന്ധം വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്ത് കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് രാത്രിയോടുകൂടി റാഫി ഇവരുടെ വീട്ടിലെത്തുകയും കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഇവർ തടഞ്ഞതിനെ തുടർന്ന് പ്രകോപിതനായ റാഫി ഈ രണ്ടുപേരെയും, വയോധികരായ രണ്ടുപേരെയും കൊലപ്പെടുത്തുകയും കുഞ്ഞിനെ ആക്രമിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞ് നിലവിൽ വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. റാഫിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. റാഫിയെ ഈ പോലീസിന് ആരോഗ്യനില തൃപ്തികരമായ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. സാജിദ്, ഇവരുടെ വിവാഹബന്ധം വേർപെട്ടതാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ റാഫി ഇന്നലെ എപ്പോഴാണ് അവിടേക്ക് എത്തിയത്? തർക്കം ആരംഭിച്ചത് എപ്പോഴാണ്? ഈ കൊലപാതക ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ റാഫി അങ്ങോട്ട് എത്തിയിരിക്കുന്നത്? 11 മണിയോടുകൂടിയാണ് റാഫി വീട്ടിലെത്തിയത് എന്ന വിവരമാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞിനെ വേണം എന്ന് ആവശ്യപ്പെടുകയും അത് വലിയ തർക്കത്തിലേക്ക് പോവുകയും ഈ കുഞ്ഞിനെ വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഈ കൊല്ലപ്പെട്ട വ്യക്തികൾ, അതായത് സുഹ്റയും നസീറും നിലപാടെടുത്തു. ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ പോലീസ് പറയുന്നത്. അതായത് ഇവരെ കൊല്ലണമെന്ന ലക്ഷ്യത്തോടു കൂടി വന്നതല്ല. അവിടെ ഉണ്ടായ വാക്ക് തർക്കം വലിയ ഒരു അക്രമത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്നത്. ഇതിലെ ഈ ദൃക്സാക്ഷിയായുള്ളത് ഈ റാഫിയുടെ ഭാര്യ ഈ സുൽഫത്താണ്. ഇവരിൽ നിന്ന് പോലീസ് വിശദമായി മൊഴി എടുക്കും. അത് ഇന്ന് തന്നെ എടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് അവർ. ഈ സ്വന്തം മാതാപിതാക്കളെ വളർത്ത് അമ്മയെയും അച്ഛനെയും കൊലപ്പെടുത്തുന്നതും ഈ കുഞ്ഞിന് അക്രമം നടക്കുന്നതും കണ്ടതാണ്. അതിന് വലിയൊരു ആഘാതം അവർക്കുണ്ട്. അവരിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി രേഖപ്പെടുത്തേണ്ടത്. നേരത്തെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ സാജിദ? ഈ മൃതദേഹം ഈ നാട്ടുകാരാണ് കണ്ടെത്തിയതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ റാഫിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ കുഞ്ഞിന്റെ പേരിലോ മറ്റോ ഈ വീടുമായോ വീട്ടുകാരുമായോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അമൃത, ഈ അവകാശ തർക്കം, ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട അവകാശ തർക്കം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് എന്നാൽ ഇത്രയും വലിയൊരു അക്രമത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പോയിരുന്നില്ല. കുഞ്ഞിനെ വിട്ടു നൽകണം എന്ന ആവശ്യം റാഫി പലപ്പോഴും പറഞ്ഞിരുന്നു. അതായത് റാഫിയുടെ വീട്ടിൽ കൊണ്ടുപോയി കുഞ്ഞിനെ, 4 വയസ്സുള്ള കുഞ്ഞിനെ നിർത്തണമെന്ന് ഈ റാഫി നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഈ പോലീസ് പറയുന്നത്. അതിന്റെ പേരിൽ ഉള്ള ചില പ്രശ്നങ്ങൾ ഈ സുൽഫത്തും റാഫിയും തമ്മിൽ ഉണ്ടായിരുന്നു. അത് ഇന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാൻ, ഈ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഈ വീട്ടുകാർ തടഞ്ഞതോടുകൂടിയാണ് ഈ അക്രമം നടത്തുകയും കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്. സാജിദ്, ഈ കുഞ്ഞ് ഇപ്പോൾ എവിടെയാണുള്ള? ആശുപത്രിയിലായിരിക്കും. എന്താണ് അതിന്റെ ആരോഗ്യനില? എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 4 വയസ്സുള്ള ആൺകുഞ്ഞാണ്. ഈ കുഞ്ഞിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുഞ്ഞ് ഉള്ളത് വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ്. ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് പരിക്ക് ഗുരുതരമായി വന്നത് ആണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞ് നിലവിലുള്ളത്. ഈ കുഞ്ഞിന് വേണ്ട ചികിത്സ എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കുഞ്ഞ് ഈ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്.